മുജാഹിദിന്റെ വാദം എന്തായിരുന്നു? അതാ, വല്ലവരും തന്റെ സ്ത്രീയെ തൊടുകയും മുത്തുകയും ചെയ്താൽ അവന് വുസു ചെയ്യൽ നിർബന്ധമാണ്. എന്ത് വുസു? മലയാളത്തിലായപ്പോ അങ്ങനെ ആയതാണ്. നിങ്ങൾ എല്ലാവർക്കും ബേജാറാവണ്ട. ഞങ്ങൾ വുളുവിന്റെ പേരൊക്കെ മാറ്റി എന്ന് പറയണ്ട. വുളു ചെയ്യൽ നിർബന്ധമാണ് എന്ന് ആരാ പറഞ്ഞത് അറിയോ? വി മൂസ മൗലവി പ്രവാചക ചര്യകൾ എന്ന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ സംഗതി അങ്ങനായിരുന്നു മുസ്ലിയാരെ. പക്ഷെ കുറച്ചുകൂടി ഇങ്ങോട്ട് കാലായപ്പോ പൂച്ചന്റെയും എലിയുടെയും ഒക്കെ സ്വഭാവം നമ്മൾ പെണ്ണുങ്ങളിൽ കാണാൻ തുടങ്ങി, ചാണകത്തിന്റെ സ്വഭാവം കാണാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞങ്ങൾ അതിനോട് തുല്യപ്പെടുത്തി പറയേണ്ടി വന്നു എന്നായിരിക്കും ഈ സമയത്ത് മൗലവിമാർക്ക് പറയാനുണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഏതടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? ഏതടിസ്ഥാനത്തിലാണ്? ഖുർആനിലെ ഇസ്ലാമിലെ ഒരു നിയമം സ്ഥാപിക്കാൻ പരിശുദ്ധ ഖുർആന് വേണം, ഹദീസ് വേണം, അതുപോലെ പണ്ഡിതന്മാരുടെ പ്രഖ്യാപനങ്ങൾ വേണം, ഖുർആനും ഹദീസും പഠിച്ച മഹാന്മാരുടെ പ്രഖ്യാപനങ്ങൾ വേണം. അതൊന്നുമില്ലാതെ ഈ ആശയം പറയുന്നത് ശരിയാണോ? ഇത് പറഞ്ഞപ്പോ ഒരു ഹദീസ് രംഗപ്രവേശം ചെയ്തു. അതിന്റെ തെളിവ് നിങ്ങളിപ്പോ പാമ്പിനോടും പൂച്ചയോടും എലിയോടും ഒക്കെ തുല്യപ്പെടുത്തിയിട്ട് അങ്ങനെ പറയുമ്പോ തെളിവില്ല എന്ന് മനസ്സിലാക്കേണ്ട. തെളിവ് ഞങ്ങൾക്കുണ്ട്. എന്നാ തെളിവൊന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കേട്ടു. എന്താണ്? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. എന്താണത്? ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്. എന്താ പറയുന്നത്? കുന്തു അനാമു ബൈന യദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഉറങ്ങുന്ന ആളായിരുന്നു. ശരിക്കും ശ്രദ്ധിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ഞാൻ, എന്റെ രണ്ട് കാലും നബി തങ്ങളുടെ ഖിബിലയുടെ ഭാഗത്തായിരുന്നു. ഫഇദാ സജദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ വമസനി, എന്നെ ഒന്ന് തൊടും. ഫഖബൽതു റിജ്ലയ്യ, അപ്പൊ ഞാൻ എന്റെ കാല് അടുക്കി വെക്കും. കാരണം ഉറങ്ങുന്ന ആള് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്റെ കാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യുന്ന ഖിബിലയുടെ സ്ഥാനത്താകും. ഞാൻ കാലൽപ്പം അകറ്റി വെച്ച കാരണത്താൽ ആ സമയത്ത് സുജൂദ് ചെയ്യാൻ വേണ്ടി നബി തങ്ങൾ എന്ത് ചെയ്യും? എന്റെ കാലുമ തൊടും. തൊടുമ്പോ ചെയ്യും, ഞാൻ എന്റെ കാല് അടുത്തേക്ക് വെക്കും. അങ്ങനെ കേട്ടോ. വഇദാ ഖാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ നിന്ന് ഉയർന്നാൽ ബസത്തുഹുമാ, രണ്ട് കാലും ഞാൻ നേരത്തേതുപോലെ തന്നെ പരത്തി വെക്കുകയും ചെയ്യും. മഹദി ഒരു ക്ഷമാപണം നടത്തുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടാക്കേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും ജനങ്ങൾക്ക് തോന്നിപ്പോകും. അതിന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വൽ ബുയൂതു യൗമഇദിൻ ലൈസ ഫീഹാ മസാബിഹു, ആ കാലഘട്ടത്തിലൊന്നും ഞങ്ങൾ വീടുകളിൽ വിളക്കുണ്ടായിരുന്നില്ല. അഥവാ വെളിച്ചുണ്ടെങ്കിൽ നബി തങ്ങള് എന്നെ തൊടേണ്ട ആവശ്യം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ കാല് നേരത്തെ തന്നെ നബി തങ്ങൾക്ക് സുജൂദ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഖിബിലയിൽ നിന്ന് മാറ്റുമായിരുന്നു എന്ന നിലക്കാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. ഇവിടെ തെളിവെന്താണെന്നറിയോ? നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ആയിഷ ബീവിയെ തൊടുന്നത്, നിസ്കാരത്തിലാ തൊടുന്നത് കേട്ടോ. എന്നിട്ട് ഒളു മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് എണീറ്റിട്ട് പോകണ്ടേ? ഉളു എടുക്കാൻ പോകണ്ടേ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇതെവിടെ തൊട്ടത് എന്ന് പറഞ്ഞോ? കാലുമ്മ തൊട്ടു. നമുക്ക് അങ്ങനെ വാദമുണ്ടോ? ഭാര്യയെ ഒരു നിലക്കും തൊടാൻ പാടില്ല. മറയോടുകൂടെ ഭാര്യയെ തൊട്ടാൽ ഉളു മുറിയില്ല. മറയില്ലാതെ തൊടുമ്പോഴാണ് മുറിയുന്നത്. ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്, ഞാൻ പൊതച്ചിട്ടാ ഉറങ്ങാറുള്ളത് എന്ന്. ആയിഷ ബീവി തന്നെ പറയാട്. ഇനി ഞാൻ പറയണ്ട, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ കേട്ടോ. നിങ്ങൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം യഹ്യ ഇബ്നു ശറഫിൻ നവാവി, ലോകത്തൊരിക്കലും ആർക്കും വിമർശിക്കാൻ സാധിക്കാത്ത വിധം ലോക പ്രശസ്ത പണ്ഡിതനും ഖുതുബുമായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, വസ്തദല്ല ബിഹി മൻ യഖൂലു ലംസുൻ നിസാഇ ലാ യുൻഖിദുൽ വുളൂഅ. ചില ആളുകളൊക്കെ പറയാറുണ്ട്, സ്ത്രീകളെ തൊട്ടാൽ അതുകൊണ്ട് വുളൂ മുറിയില്ല എന്ന് പറയാറുണ്ട്.
അവർ ഈ ഹദീസ തെളിവാക്കലുമൊക്കെ പഠിച്ചോളൂ. വൽ ജുംഹൂറു അലാ അന്നഹു യുൻഖിദു. മഹാനായ ഇമാം നവവി തങ്ങൾ പറയുകയാണ്, എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് സ്ത്രീകളെ തൊട്ടു എന്നത് അത് വുളൂ മുറിക്കുന്ന കാര്യം തന്നെ. അപ്പൊ ചോദ്യമുണ്ടാകും, ഈ ഹദീസിൽ പറഞ്ഞതോ ഇവിടെ തൊട്ടിട്ടല്ലേ നിസ്കരിച്ചത്? ഈ ഹദീസിനെ പണ്ഡിതന്മാരായ ഭൂരിപക്ഷം നേതാക്കളും അവര് ഈ ഹദീസിനെ ചുമത്തിയിട്ടുള്ളത് അലാ അന്നഹു വമസഹ ഫൗഖഹ ഇലിൻ. മഹാനായ നബി തങ്ങൾ മറക്ക് മേലെയാണ് തൊട്ടത്, മറയില്ലാതെ തൊട്ടതല്ല. വഹാദാ ഹുവല്ലാഹിറു മിൻ ഹാലിൻ നായിമി. ഇതല്ലേ ഉറങ്ങുന്നവന്റെ അവസ്ഥയിൽ നിന്ന് വളരെ പ്രകടമാകുന്ന സ്വഭാവം. കാരണം അവര് പൊതച്ചിട്ടും അതുപോലെ മറയോടുകൂടിയിട്ടുമല്ലേ ഉറങ്ങാറുള്ളത്. അതുകൊണ്ട് ഫലാ ദലാലത ഫീഹി അലാ അദമിൻ നഖ്ലി. ഭാര്യയെ തൊട്ടാൽ വുളൂ മുറിയില്ല എന്നതിന്റെ മേലിൽ ഈ ഹദീസിൽ തെളിവേ ഇല്ല. ഹദീസ് പഠിച്ച ഇമാമിയങ്ങളിൽ പ്രഗൽഭനായ ബഹുമാനപ്പെട്ട ഇമാം യഹ്യ ഇബ്നു ശറഫ് നവാവി റളിയല്ലാഹു അൻഹു ആണ് വിശദീകരിക്കുന്നത്.